ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ AI യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് വൺ ക്ലിക്ക് തന്നെ ഈ ഒരു പിക്ചറിനെ നമ്മൾ ഈ ഒരു പിക്ചറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ പിക്ചർ ഇതേപോലെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹൈപ്പിക് ആപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആപ്പിൻ്റെ പേര് കേൾക്കുമ്പോൾ എനിക്ക് പ്ലേ സ്റ്റോറിലോട്ട് അങ്ങോട്ട് പാഞ്ഞു പോകണ്ട, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിലും ഇത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഹൈപ്പിക് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ആപ്പ്. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് പിക്ചറാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത് ആ ഒരു പിക്ചർ ഇതിലോട്ടൊന്ന് ആഡ് ആക്കി കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു പിക്ചർ ആഡ് ആക്കിയിട്ടുണ്ട്. നീ തൊട്ടടുത്തുള്ള അഡ്ജസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്രോപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും ക്രോപ്പ് ചെയ്യണമെങ്കിൽ അതൊന്ന് ക്രോപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് തൊട്ടടുത്തുള്ള AI എക്സ്പാൻഡ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ സ്ക്രീനിൽ ടച്ച് ചെയ്ത് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ആ ഒരു സ്പേസിൽ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ എന്ത് പ്രോംപ്റ്റാണ് കൊടുക്കുന്നത് അതനുസരിച്ചായിരിക്കും പിക്ചർ വരുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു സിനിമാറ്റിക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു സൺലൈറ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ബോഗൺവില്ല ആയതുകൊണ്ട് തന്നെ ഞാൻ ബോഗൺവില്ലയും കൂടെ ഒന്ന് ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൽ എന്തൊക്കെ നിങ്ങൾക്ക് ആഡ് ആക്കണം വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത്രയും കാര്യങ്ങളാണ് ആഡ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ചായിരിക്കും പിക്ചർ വരിക, അതൊന്ന് ആലോചിച്ച് വേണം. അപ്പോൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അടിപൊളിയായ പിക്കും അടിപൊളിയാവും. എന്നിട്ട് ജനറേറ്റ് എന്നുള്ളതിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ലോഡിങ് കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് 3 ടൈപ്പിൽ പിക്ചർ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്ന് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ, ഭയങ്കര അടിപൊളി ഫീച്ചേഴ്സാണ്. അപ്പോൾ എൻഹാൻസ് ഫേസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പിക്ചർ 4K ക്വാളിറ്റിയിലോട്ട് നമുക്ക് ആക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു ആപ്പിൽ തന്നെ നമുക്ക് ആ ഒരു പിക്ചറിൻ്റെ കളർ ഗ്രേഡ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇതിലുള്ള ആംബിയൻ ലൈറ്റിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു പിക്ചറിൽ ഒരു ഗ്ലോ ലൈറ്റ് എഫക്റ്റ് വരാൻ നേരം ആ ഒരു പിക്ചർ തന്നെ ഒരു വേറെ ലെവലിലോട്ട് പോകും. അപ്പോൾ അതിൻ്റെ കളറ്, ഇപ്പോൾ ആ ഒരു ഗ്ലോ ലൈറ്റ് എഫക്റ്റിൻ്റെ കളറ് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ ലൈറ്റ് എഫക്റ്റ് ആ ഒരു നിങ്ങൾക്ക് ഏത് പിക്ചറാണോ എടുക്കുന്നത് ആ ഒരു പിക്ചറിനനുസരിച്ച് ഒരു ലൈറ്റ് എഫക്റ്റ് നിങ്ങൾ അതിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഫോട്ടോസ് ഇതേപോലെ ചെയ്യാട്ടോ. ഇതിൽ ഈ ഒരു ഫീച്ചേഴ്സ് മാത്രമല്ല, ഇതിൽ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ഫേസ് ആപ്പിലുള്ള പോലത്തെ ഫീച്ചേഴ്സ് ഇതിലുണ്ട് കേട്ടോ. കാരണം നമ്മൾ ചിരിക്കാത്ത കുറേ ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചിരിപ്പിക്കാനും പറ്റും. ചിരിച്ച കുറേ അളിഞ്ഞ ഫോട്ടോസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ചിരിക്കാതെ ഇരിക്കുന്ന ആ ഒരു രീതിയിലുള്ള പിക്ചറാക്കി മാറ്റാനും നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് 1 ക്ലിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്കതിൽ ഭയങ്കര എഡിറ്റിംഗ് ഒന്നും വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ ബൈ ബൈ.